إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ആദ്യമായി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്തേക്ക് യാത്ര തിരിക്കുന്ന മഹാവിജയികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹിജ്രിയ കലണ്ടറിലെ റബീഉൽ അവ്വൽ ഒരു വലിയ നഷ്ടം സംഭവിച്ച, വലിയ മുസീബത്ത് ബാധിച്ച, വലിയൊരു ദുരന്തം മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ച മാസമാണ്. ഈ ലോകത്ത് നടന്ന ഏറ്റവും വലിയ ദുരന്തം, സങ്കടം, അത് ഏതാണ് എന്ന് നമ്മോട് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും പല മറുപടികളായിരിക്കും ഉണ്ടാവുക. അഅ്ളമുൽ മസായിബ്, മുസീബത്തുകളിൽ വെച്ചുള്ള ഏറ്റവും വലിയ മുസീബത്ത്, ദുരന്തം, അപകടം. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തലാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലോകത്ത് ഇജ്മാ ഉള്ള കാര്യമാണ്
മുസ്ലിം ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെല്ലാം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, ഈ ലോകത്തെ ബാധിച്ച ഏറ്റവും വലിയ അപകടം, മുസീബത്ത്, നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്തിനാണ് ഈ റബീഉൽ അവ്വലിൽ പറയുന്നത് എന്നുള്ളതിന് രണ്ട് ഉത്തരമുണ്ട്. ഒന്ന്, ഇന്ന് റബീഉൽ അവ്വൽ 12 ഇങ്ങനെ ഒരു റബീഉൽ അവ്വൽ 12 ഒരു ഹിജറ 11ാമത്തെ കൊല്ലം ഒരു തിങ്കളാഴ്ച ദിവസം ഒരു ളുഹാ സമയത്തോടടുത്ത സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന പ്രകാശം അണയുന്നത്. മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർക്കെല്ലാം ആ വിഷയത്തിൽ വ്യക്തതയുണ്ട്, കൃത്യതയുണ്ട്. രണ്ടാമത്തത്, എന്തിനാണ് റസൂലുള്ളാഹിയുടെ വഫാത്തിനെ കുറിച്ച് പറയുന്നത്? അന്ന് വഫാത്തായ റസൂലുള്ളാഹിനെ കുറിച്ച് ഇന്നും സങ്കടപ്പെടാനല്ല. ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. ഇസ്ലാമിൽ മരിച്ചതിൻ്റെ പേരിലുള്ള സങ്കടം 3 ദിവസമല്ലേ? ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അന്ന് നടന്നതുകൊണ്ട് നമ്മൾ ഇന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണം എന്നല്ല ഈ പറയുന്നത്. റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് മദീനയിലെ സഹാബികളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ പോലെ തോരണങ്ങളും ബൾബുകളും കത്തിച്ച് ആഘോഷമായിരുന്നോ? അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ദിനത്തിൽ അവർക്കുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. വിശ്വാസികൾക്ക് ധാരാളം സന്ദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലുള്ളത്. അവിടുത്തെ വിയോഗം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റു മനുഷ്യരുടെ വിയോഗം പോലെയല്ല. നമ്മുടെ ഭാര്യയുടെ മരണം പോലെ, മക്കളുടെ മരണം പോലെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണം പോലെയല്ല നമ്മുടെ നേതാവിൻ്റെ വഫാത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം. തീർത്താൽ തീരാത്ത നഷ്ടം തന്നെയാണ് അവിടുത്തെ വിയോഗത്തിലൂടെ ഈ ഉമ്മത്തിനുണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധന പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അയ്യുമാ അഹദിൻ മിനന്നാസ്, നിങ്ങളിൽ ലോകത്ത് ജനങ്ങളിൽ ഏതൊരാളാകട്ടെ, മനുഷ്യരിൽ ആരാകട്ടെ, ഔ ബിൽ മുഅ്മിനീൻ, അല്ലെങ്കിൽ സത്യവിശ്വാസികളിൽപ്പെട്ട ആരാകട്ടെ, ഉസീബ ബി മുസീബ, അവൻ്റെ ജീവിതത്തിൽ അവന് വല്ല മുസീബത്തും ദുരന്തങ്ങളും പ്രശ്നങ്ങളും ബാധിച്ചു എന്നിരിക്കട്ടെ, എങ്കിൽ ഫൽയതഅസ്സ, ആ മുസീബത്തുകളെ ഓർത്ത് അവൻ ആശ്വാസം കൊള്ളണം, സമാധാനം കൊള്ളണം. എന്തിലൂടെ? ബി മുസീബതി ബി, എൻ്റെ വിയോഗത്തെ ഓർത്തുകൊണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആ മരണത്തെ ഓർത്തുകൊണ്ട് അവൻ്റെ മുസീബത്തുകളെ അവൻ ചെറുതായി കാണട്ടെ എന്നാണ്. കാരണം അവിടുത്തെ നഷ്ടത്തേക്കാൾ വലിയ നഷ്ടം ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വരാനില്ല. അതിനേക്കാൾ എൻ്റെ ഉമ്മത്തിനെ അശദ്ദ അലൈഹി മിൻ മുസീബത്തി, അതിനേക്കാൾ അതികഠിനമായൊരു മുസീബത്തിന് വരാനില്ല. ഇതിലടങ്ങിയൊരു വലിയ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് നടന്ന ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ നബിയുടെ നഷ്ടമാണ്, ഹബീബായ റസൂലുള്ളാഹിയുടെ വഫാത്താണ് എന്നതിൽ എന്താ സംശയം? നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ അങ്ങേയറ്റത്ത് ദുഃഖം വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ. എന്തൊക്കെ ഓർത്തിട്ട് നമ്മൾ ദുഃഖിക്കുക? അവർ നമുക്ക് നൽകിയ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കും, അവർ നമുക്ക് നൽകിയ കരുതലിനെ ഓർത്ത് ദുഃഖിക്കും. അതുപോലെ തന്നെ അവർ നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ, നമ്മുടെ കൂടെയുണ്ടായിരുന്ന സന്തോഷകരമായ സമയങ്ങൾ, യാത്രകൾ, അനുഭവങ്ങൾ, ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് മനുഷ്യരിൽ ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വിട പറഞ്ഞു പോയാൽ നമ്മൾ സങ്കടപ്പെടാറുള്ളത്. എന്നാൽ ഇത്തരം പ്രയാസഘട്ടങ്ങളിൽ എന്ത് വലിയ മുസീബത്താണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു പോകും, എൻ്റെ വഫാത്തിനെ കുറിച്ച് നിങ്ങൾ ഓർത്താൽ മതി എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയിലെ ഖുതുബയിലും ഇതേ മിമ്പറിൽ വെച്ച് ഞാൻ പറഞ്ഞ ആയത്താണ് സൂറത്തു അഹ്സാബിലെ 6-ാമത്തെ വചനം. ഒരു വലിയ വചനത്തിൻ്റെ അല്പഭാഗം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും കൂടുതൽ കിടപ്പാടുള്ളത് മനുഷ്യരിൽ അത് മറ്റാരുമല്ല, അത് നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. സ്വന്തത്തേക്കാൾ അധികം നമ്മൾ സ്വന്തത്തെ എത്ര സ്നേഹിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ കിടന്നുറങ്ങുന്നത്, നമ്മൾ ആരോഗ്യത്തെ മെയിൻറ്റെയിൻസ് ചെയ്യുന്നത്, നമ്മൾ എക്സർസൈസ് ചെയ്യുന്നത്, ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതൊക്കെ സ്വന്തത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നത് വരെ നമ്മൾ സ്വന്തത്തെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഇതിനേക്കാൾ അധികം നിങ്ങൾ ജീവിതത്തിൽ, സഹാബികൾ പറഞ്ഞില്ലേ, നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുത്ത വെള്ളം തൊണ്ടയിലൂടെ കുടിച്ചിറക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. എന്താ പോലെ പ്രത്യേകത എന്നറിയോ? നബിയുടെ ജനന സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെടുന്ന സമയത്ത്, റസൂലുള്ളാഹിയുടെ യുവത്വ കാലഘട്ടത്തിൽ ഖദീജയെ കല്യാണം കഴിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായപ്പോൾ, പ്രവാചകൻ മക്കത്തും മദീനത്തും പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ, എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത്, വഫാത്തായതിനു ശേഷം ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങൾക്കും സാക്ഷിയായ സ്ത്രീയാണ് മഹദിയായ ഉമ്മു ഐമൻ. ആ ഉമ്മു ഐമൻ, അവരെ കാണാൻ വേണ്ടി ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള ഏറ്റവും 2 സഹാബികളാണ് ഉമർ ബിൻ ഖത്താബ്, അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ. ഇവ 2 പേരും ഒരിക്കൽ പറയുകയാണ്, നമുക്ക് ഒന്ന് ഉമ്മു ഐമനെ പോയി കണ്ടാലോ. എപ്പോ? റസൂലുള്ളാഹിന്റെ വഫാത്ത് നടന്ന ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ അവർ 2 പേരും അവിടെ എത്തിയ സമയത്ത് മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഇവരെ കണ്ടപാടെ കരഞ്ഞുപോയി. ആ സമയത്ത് എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്നുള്ള ചോദ്യം ഉമ്മു ഐമനോട് ചെന്നു. ആ സമയത്ത് ഉമ്മു ഐമൻ പറഞ്ഞ മറുപടി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അള്ളയുടെ അടുക്കലാണ് ഏറ്റവും ഹൈറായ ഇടം ഈ ദുനിയാവിനേക്കാൾ എന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഈ ലോകത്തേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിലൂടെ വഹി ഇറങ്ങില്ലല്ലോ. നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടായാൽ നമുക്ക് ഓടിച്ചെന്ന് റസൂലുള്ളാഹിയോട് സംശയം ചോദിക്കുമ്പോൾ അതിലുള്ള മറുപടിയുമായി ഭൂമിയിലേക്ക് വഹി ഇറങ്ങുമായിരുന്നു. ആ വഹി നിലച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് ഉമ്മു ഐമൻ കരയുകയാണ്. ഇത്തരമൊരു വേദന നമുക്കുണ്ടായോ എന്ന് ആലോചിക്കണം. വഹി നിലച്ചത് വലിയ സങ്കടമായി കാണുകയായിരുന്നു നമ്മുടെ മുൻഗാമികളായ സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ഉടൻ തിരിച്ചു പോവുകയാണ്. സാധാരണ മഗ്‌രിബ് കഴിഞ്ഞ പള്ളിയിലിരിക്കും, ഇശാ കഴിഞ്ഞിട്ട് കൂടിയേ പോകുള്ളൂ. പക്ഷെ ഒരിക്കൽ മഗ്‌രിബ് സ്വല കഴിഞ്ഞ ഉടനെ പോയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയം കഴിഞ്ഞ് പള്ളിയിലേക്ക് തിരിച്ചു വന്ന സമയത്ത് സഹാബികൾ ആരും പള്ളിയിൽ നിന്ന് പോകാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആരും ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞ് പുറത്തു പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പറയുകയാണ്, പോയില്ല നബിയെ, നിങ്ങളെ വിട്ടു പോകാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. ആ സമയത്താണ് മദീന പള്ളിയിൽ വെച്ച് അവിടുന്ന് പറഞ്ഞത്, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ആകാശ ലോകത്തിന് നക്ഷത്രങ്ങൾ ഒരു സംരക്ഷണമാണ്. ഫഇദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഉ മാ തുഅദ്, ആ നക്ഷത്രങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വരികയായി. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഇദൻ നുജൂമു ഖദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞതാ. അപ്പൊ നക്ഷത്രങ്ങൾ പോയാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വന്നെന്ന് പറഞ്ഞെന്താ? അന്ത്യനാൾ സംഭവിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. വഇദൽ കവാകിബു തസറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ എന്ന് അല്ലാഹ് പറഞ്ഞല്ലോ. ഇതൊക്കെ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞതാ. അതാണ് ആ പ്രയോഗം. ആകാശത്തിന് നക്ഷത്രങ്ങൾ സുരക്ഷയാണ്. നക്ഷത്രം പോയാൽ ആകാശത്തിൻ്റെ വാഗ്ദാന സമയം എത്തി. ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ സംസാരം തുടങ്ങുന്നത്. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, വാന അമനത്തുൽ അസ്ഹാബി, ഞാൻ എൻ്റെ സഹാബത്തിൻ്റെ സുരക്ഷയാണ്. ആകാശത്തിന് നക്ഷത്രങ്ങൾ സുരക്ഷയായതുപോലെ ഞാൻ എൻ്റെ സഹാബത്തിന് സുരക്ഷയാണ്.
ഫഇദാ ദഹബതു അത അസ്ഹാബി മാ യുഅദ്, എൻ്റെ സഹാബത്തിൽ നിന്ന് ഞാൻ അങ്ങ് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ സഹാബത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടതെത്തുകയായി. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് വഅസ്ഹാബി അമനത്തുൽ ഉമ്മത്തി, എൻ്റെ സ്വഹാബത്ത് ഈ ഉമ്മത്തിന്റെ സംരക്ഷണമാണ്. എൻ്റെ സഹാബത്ത് പോയാൽ അത്താ ഉമ്മത്തി മാ യുഅദൂൻ, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹുൽ ഹദീസാണ്. എൻ്റെ ഉമ്മത്തിന് പറയപ്പെട്ടത് വന്നെത്തുകയായി. സഹാബത്ത് പോയാൽ ഈ ഉമ്മത്തിന് വരുന്ന വാഗ്ദാനം എന്താ? പ്രശ്നങ്ങൾ എന്താ? അനൈക്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കഴിഞ്ഞപ്പോൾ സഹാബികൾക്ക് ഉണ്ടായ പ്രശ്നം എന്താ? സഹാബികൾക്കിടയിൽ തർക്കങ്ങളുണ്ടായി. നബി ഉണ്ടായപ്പോൾ അങ്ങനത്തെ തർക്കം ഉണ്ടായിട്ടില്ല. സിഫീൻ യുദ്ധം ഉണ്ടായില്ലേ? മുസ്ലിങ്ങളല്ലേ യുദ്ധം നടന്നത്? തർക്കങ്ങൾ ഉണ്ടായില്ലേ? ഇതാണ് നബി പറഞ്ഞത്, സഹാബത്തിന്റെ സുരക്ഷ ഞാനാണ്. ഞാൻ പോയാൽ അവരിൽ ഫിത്നകൾ സംഭവിക്കും. സഹാബത്തോ നമുക്ക് സുരക്ഷയാണ്. ഓല് പോയാലോ നമ്മളിൽ ഫിത്നകൾ വരും. ഒന്നില്ലേ, ഈ ഉമ്മത്തിന് എത്ര കഷ്ണങ്ങളാണ്. ഈ ഉമ്മത്ത് എന്തിൻ്റെയൊക്കെ പേരിലാണ് മതപരമായി തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊക്കെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഓലമേഞ്ഞ മദീന പള്ളിയുടെ ഉള്ളിൽ ഒരു മഗ്രിബിയുടെയും ഇശായിന്റെയും ഇടയിൽ പറഞ്ഞ ലോകൈകനാഥന്റെ മാനമിറങ്ങിയ വഹിയെ ഈ 1400 കൊല്ലങ്ങൾക്കപ്പുറത്തും ആ പറഞ്ഞ വാഗ്ദാനം നമ്മൾ അനുഭവിക്കുന്നു. അത് സംഭവിക്കണം. അപ്പോഴേ നബി പറഞ്ഞത് ദൈവികമാകുള്ളൂ. ഈ ഉമ്മത്തി 73 പിരിഞ്ഞ് നബി പറഞ്ഞിരിക്കണോ? പിരിഞ്ഞിരിക്കണം. പിരിഞ്ഞില്ലെങ്കിൽ അതെങ്ങനെ ദൈവിക വചനമാണെന്ന് പറയാൻ പറ്റുക? അപ്പൊ ആ പറഞ്ഞതെല്ലാം ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയ ഒരു അപകടത്തിന്റെ മുസീബത്തിന്റെ സംസാരമായിരുന്നു. കാരണം നബി പോയി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ, സഹാബത്തിന് വരാനിരിക്കുന്ന അപകടങ്ങൾ ധാരാളം ലക്ഷണങ്ങളായിരുന്നു അത്രേ അവിടുത്തെ വഫാത്തിന്റെ മുമ്പ് കണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? ഏറ്റവും പ്രധാനം, സാധാരണ എല്ലാ റമദാൻ മാസമായാലും ജിബ്രീൽ ഇറങ്ങി വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതി കേൾപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നബിയെ കൊണ്ട് ഇങ്ങോട്ട് ഓതിച്ച് കേൾപ്പിക്കും. ജിബ്രീൽ ഒരു അധ്യാപകനായിട്ടിരിക്കും, റസൂലുള്ളാഹി ഓതിക്കൊടുക്കും. പക്ഷേ വഫാത്തിൻ്റെ അവസാന വർഷത്തിലെ റമദാനിൽ റസൂലുള്ളാഹി പറയാണ്, എൻ്റെ അടുക്കൽ 2 പ്രാവശ്യമാണ് ജിബ്രീൽ ഒറ്റ റമദാനിൽ വന്നതെന്ന്. ആ 2 പ്രാവശ്യത്തെ വരവിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ വഫാത്തോട് ഞാൻ അടുത്തിരിക്കുന്നു എന്നാണ് ആ വരവിൻ്റെ ഉദ്ദേശമെന്ന് ജിബ്രീൽ പങ്കുവെക്കുകയുണ്ടായി എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. മറ്റൊരു ലക്ഷണമായിരുന്നു ഹജ്ജത്തുൽ വിദായിലെ അവിടുത്തെ ചില പരാമർശങ്ങൾ. നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിൽ 4 ഉംറ ചെയ്തിട്ടുണ്ട്, 1 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജാണ്. ആ ഹജ്ജിന് 2 പേരാണുള്ളത്, ഹജ്ജത്തുൽ വിദാ, ഹജ്ജത്തുൽ ബലാഗ, ഇങ്ങനെ 2 പേരുകളുണ്ട്. ആ ഹജ്ജത്തുൽ വിദായിൽ തൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ സഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ വാക്ക്? ശ്രദ്ധേയമാണ് ചരിത്രത്തിൽ. അത് തൻ്റെ ഖസ്വാ ഒട്ടകപ്പുറത്ത് കയറി അവിടുന്ന് പറയുകയാണ്, ഇന്നി ലാ അദ്രി ലഅല്ലി ലഅൽഖാകും ബഅദ ആമി ഹാദാ അൽ മൗഖിഫി അബദാ. ഇതാ ഈ ഇടത്തു വെച്ച് അടുത്ത വർഷം വീണ്ടും നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് എനിക്കറിയില്ല. അടുത്ത വഫാത്തിൻ്റെ സൂചനയായിരുന്നു. അടുത്ത കൊല്ലം നമ്മളിങ്ങനെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പറയുകയാണ്. മാത്രമല്ല, ഹജ്ജിൻ്റെ വേളയിൽ ജംറകളിൽ കല്ലെറിഞ്ഞു. ജംറകളിൽ കല്ലെറിഞ്ഞതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫലഅല്ലി ലാ അഹുജ്ജു ബഅദി ബഅദ ആമി ഹാദാ, അടുത്ത വർഷം ഞാൻ ഹജ്ജ് ചെയ്യാൻ നിങ്ങളെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ ഹജ്ജ് ചെയ്യുന്നത് അത് എന്നിൽ നിന്ന് കൃത്യമായി നിങ്ങൾ പഠിച്ചുകൊള്ളുക എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. 3ാമത്തെ സൂചനയായിരുന്നു. 1 ജിബ്രീൽ വന്നതാണ് 2 വട്ടം, 2ാമത്തത് ഹജ്ജത്തുൽ വിദായിലെ പരാമർശ, 3ാമത്തെ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ അടയാളമായിരുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയ സൂറത്തുൻ നസ്റിന്റെ അവതരണം. വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ടൊരു സൂറത്താണത്. എന്താ അല്ലാഹു പറഞ്ഞത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. പ്രത്യക്ഷത്തിൽ ഈ അധ്യായത്തിൻ്റെ അർത്ഥം വായിക്കുമ്പോൾ സന്തോഷമാണ്. കാരണം എന്താ? കൂട്ടം കൂട്ടമായി ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നൊരു സന്ദർഭം.
അല്ലേ? മക്കം ഫത്തുവുമായി ബന്ധപ്പെട്ട സൂറത്താണ്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ അള്ളാഹിനെ പരിശുദ്ധിപ്പെടുത്തണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബ എന്നുള്ള അധ്യായം അവതരിച്ചു. ഇത് കേട്ടപ്പോൾ സഹാബികളിൽ പലരും കരഞ്ഞു. ആ കരഞ്ഞവരിൽ മുൻപന്തിയിലുള്ള ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾക്ക് നമ്മുടെ ഓരോ നോട്ടങ്ങളും ചലനങ്ങളും, അല്ലേ, അതുപോലെ തന്നെ ചലനങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനത്തെ ഒരാളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം കരയാണ്. അദ്ദേഹം കരഞ്ഞപ്പോൾ സഹാബത്ത് പറയാണ്, എന്തിനാണ് ഈ ഷെയ്ഖ് കരയുന്നത് എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി തന്നെ പ്രഖ്യാപിച്ചു, അന്നഹു വിദാ, തീർച്ചയായും അത് പ്രവാചകന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട സൂചനയാണ് ഈ സൂറത്തിൻ്റെ അവതരണമെന്നാണ്. നമ്മൾക്ക് എത്രത്തോളം ഇതിനെ മാനസികമായി ഉൾക്കൊള്ളാൻ കഴിയുന്നു, സഹാബത്ത് എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ കണ്ടിരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഓല് റസൂലുള്ളാഹിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ആളുകളാണ്. ഓർക്ക് റസൂലുള്ളാഹിന്റെ വഫാത്ത് എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് ഗവർണറായി നിയോഗിക്കുന്ന സമയത്ത് അവിടുന്ന് കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു. ആ നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു, യാ മുആദ്, മോനെ മുആദേ, ഇന്നക അസാ അൻ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, അടുത്ത പ്രാവശ്യം നീ തിരിച്ചു വരുമ്പോൾ, നീ യമനിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല എന്ന് മുആദിനോട് അവിടുന്ന് പറയുകയാണ്. ലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ ഖബരി, ഒരുപക്ഷെ നീ തിരിച്ചു വരുന്നത് ഈ പള്ളിയുടെ സമീപത്ത് എൻ്റെ മറമാടിയ ഖബറിൻ്റെ സമീപത്തിലൂടെയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മുആദ് ബിൻ ജബലിൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചപ്പോൾ ഒന്ന് കാണാൻ കഴിഞ്ഞു ചരിത്രത്തിൽ. ഫബക്കാ മുആദ് ലിഫിറാഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ വിടവാങ്ങലിനെ ഓർത്തുകൊണ്ട് അദ്ദേഹം വിതുമ്പി കരഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു സൂചനയായിരുന്നു, ഒരിക്കൽ മദീന മിമ്പറിൽ നിന്ന് അവിടുന്ന് പറയുകയുണ്ടായി, അള്ളാഹു ഒരടിമക്ക് 2 ഓപ്ഷൻ കൊടുത്തു. ദുനിയാവ് വേണോ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വലിയ സന്നിധി വേണോ? ആ അടിമ തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആ സാമീപ്യമാണ്. ആരാണ് അടിമ എന്ന് പറഞ്ഞില്ല. ഒരടിമക്കുള്ള 2 ഓപ്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞത്. ഒന്ന് ദുനിയാവാണ്, മറ്റൊന്ന് പരലോകത്തെ റബ്ബിൻ്റെ സാമീപ്യമാണ്. ഇതിലേത് വേണമെന്ന് ചോദിച്ചപ്പോൾ തിരഞ്ഞെടുത്തത് ആ അടിമ അള്ളാഹുവിൻ്റെ സാമീപ്യമാണ്. ഇത് കേട്ടപ്പോൾ ഫബക അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ തന്നെ കരയാൻ. ആ സമയത്ത് മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അബൂബക്കർ അങ്ങനെ നോക്കിയപ്പോൾ ആരും കരയണില്ല. ഒരടിമയെക്കുറിച്ചല്ലേ പറഞ്ഞു, ആരാണ് അടിമ എന്ന് പറഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ അബൂബക്കർ തന്നെ കരയാൻ. ആ സമയത്ത് അബൂ സഈദ് അൽ ഖുദരി പറയാൻ, ഫഖുൽതു ലി നഫ്സി, ഞാൻ എൻ്റെ സ്വന്തത്തോട് ചോദിക്കുകയാണ്, മയുബിക്കി ഹാദ ഷൈഖ്, എന്തിനാണ് അബൂബക്കർ തന്നെ കരയുന്നത്? ഉടനെ തന്നെ സഹാബികളുടെ അബൂബക്കർ തന്നെ പറയുകയാണ്, ഫകാന റസൂലുള്ളാഹി ഹുവൽ അബ്ദ്, ആ പറയപ്പെട്ട അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ ആ അടിമ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയാണ്. അതാർക്ക് മനസ്സിലായി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി. ഇതൊക്കെ അവിടുത്തെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ചില ലക്ഷണങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് അവിടുത്തെ വഫാത്തിൻ്റെ സൂചനകളായിരുന്നു. സഹോദരങ്ങളെ, ഇതൊക്കെ എന്തിനാണ് ചരിത്രത്തിൽ നമ്മൾക്ക് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഇടക്കാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പോയത്. ഉഹദ് ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജറ 3-ാം കൊല്ലം നടന്നൊരു യുദ്ധമാണ് ഉഹദ്. മദീന പള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ പോയാൽ ഉഹദിലെത്തും. ആ ഉഹദിലെത്തിയ സമയത്ത് 70ഓളം സഹാബികൾ അവിടെ ഇന്നും മറമാടപ്പെട്ട് കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഉഹദിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ പോയത് ബക്കിയയിലേക്കാണ്. ബക്കിയ മദീന പള്ളിയുടെ തൊട്ടടുത്തുള്ള ശ്മശാന ഭൂമിയാണ്. അവിടേക്ക് ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, മദീനയിൽ ഒരു സഹാബിയുടെ മരണം നടന്നു. മദീനയിൽ ഒരു സഹാബിയുടെ മരണം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാസയുടെ കൂടെ ബക്കിയിലേക്ക് പോയി, ഖബർസ്ഥാനിലേക്ക് പോയി. മറമാടലൊക്കെ കഴിഞ്ഞ് ജനാസയുടെ അനുബന്ധ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ബക്കിയിൽ നിന്ന് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി വന്നപ്പോൾ ആയിഷ ബീവി പറയുകയാണ്, ഫവജദനി വഅന അജിദു സുദാഅൻ ഫി റഅസി, എനിക്ക് ഭയങ്കരമായ തലവേദനയുള്ള സമയമായിരുന്നു. നല്ല തലവേദനയുണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് നബിയോട് ഞാൻ പറഞ്ഞു, വാ റഹ്സ, അറബിയിൽ ഒരു പ്രയോഗമാണത്, എൻ്റെ തല,
എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് ആയിഷ ബീവി ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അനയ ആയിഷ വാഹ്റസ, ആയിഷ എനിക്കും നിന്നേക്കാൾ അധികം തലവേദനയുണ്ട് എന്ന് പറഞ്ഞ് നബിയും അവിടെ പ്രയാസം പറയുകയാണ്. ഇതായിരുന്നു വഫാത്തിൻ്റെ രോഗത്തിൻ്റെ ആദ്യത്തെ തുടക്കം. ബക്കിയിലേക്ക് ഒരു സഹാബിയെ മറമാടി ജനാസയടക്കം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നബിക്കുണ്ടായ തലവേദനയാണ് വഫാത്തിൻ്റെ ആദ്യത്തെ പ്രയാസം. എന്നിട്ട് ആയിഷ ബീവിയോട് നമ്മുടെ നേതാവ് പറയുകയാണ്, നീ വിഷമിക്കേണ്ട ആയിഷ, നീ വിഷമിക്കേണ്ട ആയിഷ, ലൗ മിത്തി ഖബ്ലി, എൻ്റെ മുമ്പ് നീ മരണപ്പെടുകയാണ് എങ്കിൽ, ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പേ നീ മരിക്കുകയാണ് എങ്കിൽ, ഫഖുംതി അലൈക്കി ഫഗസ്സൽതുകി വകഫൻതുകി വസല്ലൈതു അലൈക്കി വദഫൻതുകി, ഞാൻ നിന്നെ കുളിപ്പിക്കും, ഞാൻ നിന്നെ കഫൻ ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി നമസ്കരിക്കും, ഞാൻ നിന്നെ മറമാടും എന്ന് ആയിഷ ബീവിയുടെ ഹുജറയിൽ നടക്കുന്ന ഒരു ചർച്ചയായിരുന്നു ഒരു രാത്രിയിൽ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ സംഭവത്തിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു മസ്അല കണ്ടെത്തിയിട്ടുണ്ട്. ഏത് സംഭവത്തിൽ നിന്ന്? എൻ്റെ മുമ്പ് ആയിഷ നീ മരിക്കുകയാണെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിനക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കും, നിന്റെ ഖബർ ഞാൻ മറമാടും എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ കണ്ടെത്തിയ മസ്അല എന്ന് പറഞ്ഞാൽ, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കുളിപ്പിക്കാം, ഭർത്താവ് മരിച്ചാൽ ഭാര്യക്കും കുളിപ്പിക്കാം. തിരിച്ചും പറഞ്ഞു, ഇനി നിന്റെ മുമ്പ് ഞാനാ മരിക്കണമെങ്കിൽ എനിക്ക് വേണ്ടി നീ ഇതെല്ലാം ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടോയെന്നറിയില്ല, പൊതുവെയുള്ളൊരു അന്ധവിശ്വാസമാണ്, ഭർത്താവ് മരിച്ചാൽ അല്ലെങ്കിൽ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റൂല, തൊടാൻ പറ്റൂല, തൊലാക്ക് ചൊല്ലിയ പോലെയായി. ഇപ്പുണ്ടോയെന്ന് അറിഞ്ഞൂടാ. കുറേ അന്ധവിശ്വാസങ്ങളിലും മാമൂലുകളിലും പെട്ടൊരു ഒന്നാണത്. ഒരു ഭാര്യ മരിച്ചാൽ ഭാര്യ അല്ലാതായി തീരുന്നില്ല, ഒരു ഭർത്താവ് മരിച്ചാൽ ഭർത്താവ് അല്ലാതായി തീരുന്നില്ല. അതുകൊണ്ട് ഈ സംഭവത്തിലൂടെ അതിൻ്റെ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഇടക്കാണ് ഖൈബറിൽ വെച്ചുകൊണ്ട് ഹിജറ 7-ാമത്തെ കൊല്ലം ഒരു ജൂതപ്പെണ്ണ് നബിക്ക് വിഷം പുരട്ടിയ മാംസം കൊടുക്കുകയുണ്ടായിരുന്നു. ആ ചരിത്രം കേട്ടവരാണ് വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും. ആ മാംസം കൊടുത്ത അന്ന് റസൂലുള്ളാഹിൻ്റെ വയറ്റിലേക്ക് കുറച്ച് വിഷം എത്തിപ്പെട്ടിരുന്നു. റസൂലുള്ളാഹി അന്ന് ശരിക്ക് ഈ ലോകത്ത് വിട പറഞ്ഞു പോകേണ്ട അവസ്ഥ വരെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്തു. കാരണം ദീന് പൂർത്തിയാക്കണം, അത് റസൂലുള്ളാഹിയുടെ ബാധ്യതയാണ്, അത് അള്ളാഹ് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് നബി അള്ളാഹ് സംരക്ഷിച്ചു. ആ വിഷത്തിൻ്റെ കാഠിന്യം വഫാത്തിൻ്റെ തൊട്ട് മുമ്പാണ് അനുഭവപ്പെടുന്നത്. ആയിഷ ബീവിയോട് പറഞ്ഞു അത്രേ, മാ അസാലു അജിദു അലമത്തൊആമില്ലദി അഖൽതു ബി ഖൈബർ, ഖൈബറിൽ വെച്ചുകൊണ്ട് എനിക്ക് ആ ജൂതപ്പെണ്ണ് തന്ന ആ വിഷത്തിൻ്റെ വേദന ഞാനിപ്പോൾ എൻ്റെ നെഞ്ചു മുതൽ താഴെ വരെ അനുഭവിക്കുന്നു എന്ന് മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ദിവസവും വേദന കൂടി വരികയായിരുന്നു. ഈ സമയത്ത് റസൂൽ ഒരിക്കൽ മൈമൂന ബീവിയുടെ വീട്ടിലാണ്, അവിടുത്തെ ഭാര്യയുടെ വീട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോളെ മൈമൂന, ഞാൻ ആയിഷ ബീവിയുടെ വീട്ടിൽ പോയി കിടന്നോട്ടെ എന്ന്. റസൂലുള്ളാഹി ഓരോ ഭാര്യമാർക്ക് ഓരോ ദിവസം പങ്കിട്ട് കൊടുത്തിരുന്നു. അത് മുടക്കലില്ല, നീതി പുലർത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈമൂന ബീവിയോട് ചോദിച്ചെന്താണ്, ഞാൻ ആയിഷയുടെ വീട്ടിലേക്ക് മാറിക്കോട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് മഹദിയായ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോകാൻ മൈമൂന ബീവി സമ്മതിച്ചു. അവിടെ നിന്ന് വീണ്ടും ചോദിച്ചു, അല്ലേ, ഇനി ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഐന അനഗദൻ, ഐന അനഗദൻ, ഞാൻ നാളെ എവിടെയാണ്, ഞാൻ നാളെ എവിടെയാണ്? റസൂലുള്ളാഹിക്ക് ഒന്നും ഓർമ്മ കിട്ടാത്ത വല്ലാത്തൊരു വേദനയുടെ അവസ്ഥകളായിരുന്നു. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ തൻ്റെ ഭാര്യമാർക്ക് മനസ്സിലായി റസൂലുള്ളാഹി എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം, മൈമൂന ബീവിയുടെ വീട്ടിൽ നിന്ന് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് മാറുകയാണ്. അവിടെ എത്തിയ സമയത്ത് എങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് ചോദിച്ചാൽ, 2 സ്വഹാബികളുടെ തോളിൽ കൈയിട്ട് കൊണ്ടാണ് ആ മൈമൂന ബീവിയുടെ ഹുജറയിൽ നിന്ന് ആയിഷ ബീവിൻ്റെ ഹുജറയിലേക്ക് കൊണ്ടുപോകുന്നത്. സഹാബികൾ പറയുകയാണ്, നബിയെ ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ പെരുവിരൽ കാലുകൾ പറിച്ച് മുന്നോട്ട് വെക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ കാല് വരുതിയിട്ടാണ് മണലിക്കുടി കൊണ്ടുപോയതെന്നാണ്. അത്രത്തോളം ടയേർഡായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി പറയുകയാണ്, എൻ്റെ അടുക്കൽ റസൂലുള്ളാഹി എത്തിയ പാടെ ഇദസ്തക നഫസ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്ത്, ഖുർആനിലെ സൂറത്തുൽ മുഅവ്വിദത്തൈനി ഓതി, സൂറത്തുൽ ഇഖ്ലാസ് ഓതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് ഞാൻ ഊതി, നബിക്ക് വേണ്ടി ഞാൻ തടവിക്കൊടുത്തു എന്ന്
അവിടുന്ന് പറയാണ്. എന്തിനാണ് ആയിഷ ബീവി സ്വന്തം കൈകളിലേക്ക് ഊതാതെ നബി തങ്ങളെ കൈകളിലേക്ക് ഊതിയത്? റസൂലുള്ളാഹിന്റെ കൈകൾക്ക് ഷറഫാക്കപ്പെട്ട കൈകളാണ്. അവിടുത്തെ വിയർപ്പിൻ്റെ ബറക്കത്തുണ്ട്, അവിടുത്തെ മുടിക്ക് ബറക്കത്തുണ്ട്, അവിടുത്തെ ഉമിനീരിൻ്റെ ബറക്കത്തുണ്ട് അല്ലേ? ഇടുന്ന യാതൊരു സംശയമല്ല. പക്ഷെ അതൊന്നും ഇപ്പോൾ എവിടെയും കിട്ടല്ല. ഇന്ന് ചില ഉസ്താദന്മാരെ കാണാം, ഫാത്തിമാബി ഉപയോഗിച്ച മക്കന, റസൂലുള്ളാഹി ഉപയോഗിച്ച പാത്രം അല്ലേ? കേരളത്തിൽ വലിയൊരു ഉസ്താദ് പറഞ്ഞെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി 1/2 സെൻറ്റിമീറ്റർ വലുതായിക്കണെന്ന് അല്ലേ? ഇത്രയും കാലമായിട്ട് 1/2 സെൻറ്റിമീറ്റർ വലുതായിട്ടുള്ളൂ. എന്താ ചോദിച്ചത്? അതിന് മറുപടി ആയിട്ട് പറഞ്ഞെന്താണെന്നറിയോ? അതിനിങ്ങനെ എല്ലാ കൊല്ലമൊന്നും വളരൂല, അള്ള വിചാരിക്കുമ്പോഴേ വളരുള്ളൂ എന്നാണ്. അപ്പം അത്രയും കാലമായിട്ട് അള്ള വിചാരിച്ചത് 1/2 സെൻറ്റിമീറ്റർ വളരാനാണ് അല്ലേ? ആ മുടി മുക്കിയ വെള്ളം അത് റബീഉൽ അവ്വലിലൊക്കെ ഞാൻ മുക്കി തരുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ ചില പൊടികളും, ഹുജറത്തു തുർബത്തു ഷരീഫ അല്ലേ, റസൂലുള്ളാഹിന്റെ ഖബറിൻ്റെ പുറത്ത് വരുന്ന പൊടി, ആ പൊടിയൊക്കെ ഞാൻ വടിച്ചു കൂട്ടി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കലക്കി ഞാൻ തരുമെന്നാണ് പറയണത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത് വിശ്വസിക്കാൻ വലിയൊരു സമൂഹമുണ്ട്. മദീനയിൽ പോയ ആർക്കെങ്കിലും അവിടെ ഒരു പൊടി കാണാൻ പറ്റും റസൂലുള്ളാഹിന്റെ ഖബറിൻ്റെ അടുത്ത്? എന്നിട്ടല്ല അവിടുന്ന് പൊടി മാന്തിക്കൊണ്ടല്ലേ? അതെങ്കിലും വിശ്വസിച്ചൂടെ, ചിന്തിച്ചൂടെ? എന്നിട്ട് ഈ സമൂഹത്തിൻ്റെ ഈമാനിനെ എന്തായാലും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു എന്ത് അല്ലേ? ഏതോ ആക്രിക്കടക്കാരൻ്റെ റൂമിലേക്ക് കയറിയാൽ കുറേ ജട പിടിച്ച മുടികളുണ്ട്, അതിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. അഹ്ലുസുന്നയുടെ അഖീദ പ്രകാരം, വിശ്വാസപ്രകാരം റസൂലുള്ളാഹിന്റെ മുടിയോ അവിടുത്തെ ആധാറുകളോ ഒന്നും ലഭ്യമല്ല. ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് അവിടുത്തെ മുടി വടിച്ചിട്ടുണ്ട്. ആ മുടിയെക്കുറിച്ച് സഹാബികളോട് പറഞ്ഞു, ഇഖ്സിമുഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്ക് വിതരണം ചെയ്യൂ. സഹാബികൾക്ക് അത് വിതരണം ചെയ്തു. കാരണം ആ ബറക്കത്താക്കപ്പെട്ട മുടിയാണ്. സഹാബികളത് സ്വന്തമാക്കി. അവിടുത്തെ ഉളുവെടുത്ത വെള്ളം കൈകളിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കൈകളിലുണ്ടായിരുന്ന റിങ്, മോതിരം, റസൂലുള്ളാഹി അത് ഉസ്മാൻ ബിൻ അഫ്ഫാന് സമ്മാനിച്ചിട്ടുണ്ട്. സഹാബികൾക്ക് കിട്ടിയ മുടി അവരൊക്കെ വഫാത്തിൻ്റെ സമയത്ത് ഒരു മുരിക്കുംപെട്ടി പോലും ഉണ്ടാക്കി കച്ചവടാക്കിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഇല്ല. ഓലത് മരണസമയത്ത് വസിയത്ത് എഴുതി വെച്ചെന്താ? ഞങ്ങളുടെ കഫൻ പുടവയിൽ ആ മുടി വെച്ച് ഞങ്ങളെ മറമാടണമെന്നാണ്. അതോടുകൂടി അതവിടെ അവസാനിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹിന്റെ ശരീരത്തിനുള്ള ശ്രേഷ്ഠത ലോകത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിനുമില്ല. നമ്മുടെ നാട്ടിൽ സാറയെ കാണിച്ച് സോറയെ കിട്ടിക്കുന്ന പരിപാടിയുണ്ട് അല്ലേ? റസൂലുള്ളാഹിന്റെ മുടിൻ്റെ ബർക്കത്തൊക്കെ പറയും, നബീൻ്റെ തുപ്പിനീരിൻ്റെ ബർക്കത്തൊക്കെ പറയും. എന്നിട്ട് അത് നമ്മളെ ശൈഖുനക്കുണ്ട്, അത് നമ്മളെ തങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിവാദമായില്ലേ? മംഗലാപുരത്ത് ഏതൊരാൾ ഭക്ഷണത്തിലേക്ക് തുപ്പി. കാരണം എന്താ? മൂപ്പർ ഉമിനീരിന് എന്തുണ്ട്? ഈ നാട്ടിലുള്ള ഇസ്ലാം വിരോധികളെ കൊണ്ട് ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി ചില വേഷധാരികൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിലേക്ക് പോണ ആള്. സ്വർഗത്തിൻ്റെ 8 കവാടവും കവർ ചെയ്ത് കടന്നു പോണ ആളാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു തുപ്പിനീരിന് പോലും ഇസ്ലാമിൽ ബർക്കത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്, പഠിച്ചോളി നിങ്ങൾ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുപ്പായത്തിന് ബർക്കത്തുണ്ടോ? അവിടുത്തെ മുടിക്ക് ബർക്കത്തുണ്ടോ? ഇല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതമാകുന്ന സന്ദേശത്തിലാണ് നമുക്ക് ബർക്കത്തുള്ളത്. അത് നമ്മൾ പഠിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂൽ കൊടുത്ത മോതിരം, അതൊരു യാത്രാവേളയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തന്റെ ചരിത്രത്തിൽ പറഞ്ഞതായി കാണാം. ഒരു കിണറ്റിൽ വീണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, തിരിച്ചു കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ പണ്ഡിത വേഷധാരികൾ ഇതാ നബിയുടെ സഹാബത്തിൻ്റെ മക്കളുടെ നബിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതിൽ വഞ്ചിതരാകാതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? കഴിഞ്ഞ ആഴ്ചയിൽ, മുമ്പത്തെ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു അല്ലേ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അവിടുന്ന് എന്ത് കൊണ്ടുവന്നുവോ അതിനെ സ്വീകരിക്കുക. അവിടുത്തെ വിശ്വാസം, അവിടുത്തെ ജീവിതം, അവിടുത്തെ കുടുംബം, അവിടുത്തെ സംസാര ശൈലി എല്ലാം നമ്മൾ പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അതിനാണ് ഖുർആൻ ക്ലാസ്, അതിനാണ് വിജ്ഞാന വേദികൾ, അതിനാണ് നമ്മുടെ ഖുതുബകൾ, അതിനാണ് നമ്മുടെ എല്ലാ ഇസ്ലാമിക പരിപാടികളും. എന്തിന്? നബി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിയെ അങ്ങനെ പിൻപറ്റാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, ഫഇദാ ദക്കർതും മുസീബത്തൻ തസ്ലൂ ബിഹാ ഫദ്കുർ മസാബക ബിന്നബിയ്യി മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ല മുസീബത്തും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ വഫാത്തിനെ കുറിച്ച് ചിന്തിച്ചോ? നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകുമെന്നാണ്. കാര്യങ്ങളിൽ നിന്ന് സന്ദേശം ഉൾക്കൊള്ളുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്.
അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശങ്ങളിൽ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥയായിരുന്നു ഹിജറ 11 മദീനയിൽ സംഭവിച്ചത്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടി സഹാബികൾ തിരിച്ചു പോന്നപ്പോൾ അനസ് ബിൻ മാലിക്കിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നബിയുടെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് സാധിച്ചത് എന്ന് സ്വന്തം മകൾ ഫാത്തിമ ചോദിച്ചതായി നമുക്ക് കാണാം. അവിടുത്തെ വഫാത്തോടുകൂടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനുണ്ടായ മാറ്റം, സ്വബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ച വൈകാരികമായ നിമിഷങ്ങൾ, പിന്നീട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഉപദേശത്തോടു കൂടി അദ്ദേഹം മാറിയത്, ബിലാൽ ഇബ്നു റബാഹ് നാട് വിട്ടുപോയത്, സ്വഹാബികൾ കരഞ്ഞത്, മദീനയിലെ മിഹ്റാബ് കാലിയായത്, നാഥനില്ലാതെ സഹാബികൾ പറഞ്ഞില്ലേ, നല്ല തണുത്ത മഴയത്ത് ചെമ്മരിയാടുകൾ ഒരു മൂലയിൽ ഒതുങ്ങുന്നത് പോലെ മദീനയാകെ തണുത്തുപോയി അവിടുത്തെ വഫാത്തോടു കൂടി എന്നാണ്. സഹോദരങ്ങളെ, ആ മാസത്തിൽ നിന്ന് എങ്ങനെയാണ് ആ വലിയ നഷ്ടത്തെ ഓർത്തുകൊണ്ട് ഈ ഉമ്മത്തിന് ഈ മാസത്തെ ദിവസങ്ങളെ ആഘോഷിക്കാൻ കഴിയുക നമ്മൾ ആലോചിച്ചു. നിങ്ങൾ ഞാൻ ഇപ്പം ഇന്നിങ്ങനെ കാസർഗോഡിൻ്റെ അടുത്ത് വരെ യാത്ര ചെയ്ത് വരികയാണ്. ഇപ്പോൾ കാഞ്ഞങ്ങാട് ടൗണിലൊക്കെ എത്ര റാലികളാണ് നടക്കുന്നത്. ആരോടും ദേഷ്യമല്ല, നമുക്ക് സങ്കടമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സഹതാപം. എന്താ കാരണം? ആ പാവപ്പെട്ടതിൻ്റെ മുന്നിൽ ദഫ് കളിക്കുന്നവർ, എല്ലാവരും ഒരേ ഡ്രസ് കോഡിൽ ജാഥ പോകുന്നവർ, അവരെ നിയന്ത്രിക്കുന്ന വളണ്ടിയർമാർ, അവർക്ക് വേണ്ടി ഭക്ഷണപാനീയങ്ങൾ നൽകുന്ന പാവപ്പെട്ടവർ, ഇവർക്കൊക്കെ പണ്ഡിതന്മാർ കൊടുത്ത ഇസ്ലാമിക വശം എന്താണ്? ഇതൊക്കെ ഇസ്ലാമിൽപ്പെട്ട വലിയ ആഘോഷമാണെന്നാണ്. കാരണം പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് പറഞ്ഞത്, അല്ലേ? ഇതിലേക്ക് സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ വലിയ തെറ്റായി പഠിപ്പിക്കപ്പെട്ട ഒന്നാണ് ബിദ്അത്ത്. എങ്ങനെയാണത് ബിദ്അത്തിൽ പെടുന്ന ചില ആൾക്കാർ ചിന്തിക്കും. ഇപ്പം എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞു, ഹസ്സാൻ ഇബ്നു സാബിത്തൊക്കെ നബിൻ്റെ മദ്ഹ് പറഞ്ഞിട്ടില്ലേ, ആ മദ്ഹല്ലേ ഞങ്ങൾ പറയണതെന്നാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ മദ്ഹ് എന്താ? നബിയുടെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കപ്പെട്ട കവിതകളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി ഒരു മിമ്പർ മദീന റസൂൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, ഇവിടെ നമ്മളാരും റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയാൻ എതിരല്ല. പക്ഷേ എന്താ മദ്ഹിൻ്റെ പേരിൽ നടക്കുന്നത്? ഇപ്പം ഈ മാസമിനെ ചൊല്ലുന്ന മങ്കൂസ് മൗലൂദ്, അതുപോലെ റസൂലുള്ളാഹിൻ്റെ പേരിൽ ചൊല്ലുന്ന പല മൗലൂദുകളും, അല്ലേ? അതിലൊക്കെ ബഹുഭൂരിഭാഗം സനദില്ലാത്ത കള്ളക്കഥകളാണ്. ചില വരികളെങ്കിലും റസൂലുള്ളാഹിയുടെ നേരിട്ട് വിളിച്ചു തേടുന്ന വരികളാണ്. അതുപോലെ തന്നെ ആ ഗ്രന്ഥം ഒറ്റയാവർത്തി ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന ഇന്ന പുണ്യങ്ങളുണ്ടെന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെടുന്നു. ബലാ മുസീബത്തുകൾ നീങ്ങുമെന്ന് പറയുന്നു. അവിടെ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്, ഇത്ര വലിയ പുണ്യമുള്ള സംഗതിയാണ് ഈ കിതാബെങ്കിൽ ഇത് ചൊല്ലിയ മുൻഗാമിയാരാണ്? മൗലീദവാദികളായ ആളുകൾ തന്നെ പറയുന്നത് എന്താണ്? മൗലീദ് കഴിക്കുന്നത് മുമ്പ് പതിവില്ല, അത് ഹിജറ 300 ശേഷം വന്നാന്ന. ഹിജറ 300 എന്ന് പറഞ്ഞാൽ ആരാരെങ്ങൾ? ഉത്തമ തലമുറയായ സഹാബികളെ കാലം കഴിഞ്ഞു. സഹാബികളെ കണ്ട് ജീവിച്ച താബീങ്ങളെ കാലം കഴിഞ്ഞു. താബീങ്ങളെ കണ്ട് ജീവിച്ച തബൂ താബികളെ കാലം കഴിഞ്ഞു. അവിടെയാണ് ഷാഫി ഇമാമമാരും അബൂ ഹനീഫമാരും ഇമാം അഹ്മദ് ബിൻ ഹംബൽമാരും ബുഖാരിമാരും മുസ്ലിമാരൊക്കെ ജീവിച്ചു പോയത്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചു പോയാളാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് പോലും ഈ സംഗതി ഇല്ല. പിന്നെ ധാരാ കൂടുന്നത് ഫാത്തിമിയാക്കളിൽപ്പെട്ട അല്ലേ റവാഫിദുകൾ എന്നറിയപ്പെടുന്ന കടുത്തവാദികൾ, ഉഗ്രവാദികളാണ് ഈ സംഗതി കൊണ്ടുവന്നത്. എന്തിന്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുസ്ലിം ലോകത്തിൻ്റെ ശ്രദ്ധ അവരിലേക്ക് തിരിയാൻ അത് ഏറ്റെടുത്ത് ഗംഭീരമായി കൊണ്ടാടിയ ഒരു രാജാവാണ് മുളഫർ രാജാവ്. ഈ മുളഫർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ മൗലിദ് രചിക്കാൻ വേണ്ടി ചില ആളുകളെ ഏൽപ്പിച്ചു എന്നാണ്. ആ മൗലിദ് രചിച്ചവർക്ക് വേണ്ടി അദ്ദേഹം സമ്മാനം കൊടുത്തു എന്നാണ്. മുളഫറും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അദ്ദേഹം ഒരു പണ്ഡിതനാണോ? അല്ല, കേവലം ഒരു രാജാവാണ്. ഷിയാക്കൾ കൊണ്ടുവന്ന ആചാരത്തെ അദ്ദേഹം ഏറ്റെടുത്ത നമുക്ക് മാതൃകയാവും. നബി പഠിപ്പിക്കാത്തൊരു വാക്ക് സഹാബത്ത് പറഞ്ഞ് നമുക്ക് മാതൃകയാവും? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. പരലോകമുണ്ട്, ഇത് കളിയല്ല. ചില ആൾക്കാർ എന്താ ചെയ്യല അറിയങ്ങൾ? അതിലും കൂടെ അതിലും കൂടെ
അത് ഭയങ്കര ഗൗരവമാണ്. നമുക്ക് നിലപാട് വേണം അല്ലേ? ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മൾ കൃത്യല്ലേ? നമ്മളെ സമ്പത്തിൻ്റെ വിഷയത്തിൽ, കുടുംബ വിഷയത്തിൽ നമ്മളെ അതിരെവിടെയാണോ അവിടെ തന്നെ നമ്മൾ മതിലിട്ടും അത് ഭദ്രമാക്കി വെക്കുന്നു നമ്മൾ. എന്തേ? ആദർശത്തിൻ്റെ വിഷയത്തിൽ ഒരു ഭദ്രതയില്ലാത്തത്. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല. 950 കൊല്ലം ദീനിലേക്ക് ക്ഷണിച്ച നൂഹ് നബിന്റെ ഭാര്യക്ക് കിട്ടിയില്ല, മകൻ കനാന് കിട്ടിയില്ല. ഇബ്രാഹിം നബി കടമകൾ പൂർത്തിയാക്കിയവനാണെന്ന് പറഞ്ഞു. ആ ഇബ്രാഹിം നബിയുടെ ഉപ്പച്ചിയായ ആസർ താരിഖ് കിട്ടിയിട്ടില്ല. റസൂലുള്ളാഹിനെ 42 കൊല്ലം നോക്കി വളർത്തിയ അബൂ താലിബിന് കിട്ടിയിട്ടില്ല. പിന്നെ നബിദിനം ആഘോഷിക്കാനുള്ള തെളിവെന്താ? അബൂ താലിബിന് നരകത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും കൂൾ ഡ്രിങ്ക് കിട്ടുന്നുണ്ടെന്നാണ് അല്ലേ? എവിടെയുള്ളത്? ബുഖാരിയിലുണ്ട്. അപ്പൊ പാവങ്ങൾ എന്താ വിചാരിക്കുക? ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ സനദോടെ വന്നിട്ടുണ്ടെന്നാ. ബുഖാരിയുടെ 2 ചട്ടക്കുള്ളിലുള്ള എല്ലാം നമ്മൾ അംഗീകരിക്കും, നമ്മളാരും പറയണില്ല. ശ്രദ്ധിക്കണേ. ബാക്കി ബുഖാരിയുടെ ചട്ടക്കുള്ളിൽ ഏതിനെ നമ്മൾ അംഗീകരിക്കണേ? സനദോടുകൂടി അദ്ദേഹം കൊടുത്ത ഹദീസുകളെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഹദീസുകൾ മാത്രമല്ല, ആ ഹദീസുകളെ താഴെ ഒരു വരയിട്ട് തഅലീഖാത്തുകൾ കൊടുത്തിട്ടുണ്ട്, അനുബന്ധ സംഭവങ്ങൾ. അതിന് സനദ് ഉണ്ടാവില്ല. അതിൽപ്പെട്ട ഒന്നാണ് അബൂ താലിബിന് നരകത്തിൽ കൂൾ ഡ്രിങ്ക് ഉണ്ട്. ഇനി ഉണ്ട് തന്നെ വെക്കുക. എന്തിനാണ്? റസൂലുള്ളാഹിക്ക് മുലപ്പാൽ കൊടുത്ത സുവൈബയെ മോചിപ്പിച്ചതിൻ്റെ പേരിലാണ് അത്രേ കൂൾ ഡ്രിങ്ക് കിട്ടും. നബിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നരകത്തിൽ എന്ത് പറഞ്ഞാലും ആള് നരകത്തിലല്ലേ? റിവായത്തിയുടെ നരകത്തുന്നല്ലേ? മാത്രമല്ല പറഞ്ഞ ആളാരാ? തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്. അല്ലാഹ് നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ അബൂലഹബ്. അവൻ്റെ വാക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അതന്നെ അബൂലഹബ് സ്വപ്നം കണ്ടതാ. സ്വപ്നം ഇസ്ലാമിൽ തെളിവാ. ഇതൊക്കെ വലിയ സംഗതിയാക്കിയിട്ട് സഹീൽ ബുഖാരിയിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ കിതാബ് മറിക്കാൻ അറിയാത്ത പാവങ്ങൾ പെടാതിരിക്കുമോ? അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ? റബ്ബിനോട് ഇന്ന് ജുമാക്ക് ശേഷം നമ്മൾ തുടങ്ങണം പ്രാർത്ഥന, ഹക്ക് കണ്ടെത്താനുള്ള തൗഫീക്ക് തരണേ എന്ന്. കാരണം നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ്, പരലോകത്തുനിന്നൊരു വിഭാഗത്തെ അള്ളാഹു മറയിട്ട് മാറ്റി നിർത്തുമല്ലോ. എന്ത് കുടിക്കാൻ വരുമ്പോൾ ഹൗദുൽ മൗറൂദ്, ഹൗദുൽ കൗസർ അല്ലേ? പാലിനേക്കാൾ വെണ്മയാർന്ന, തേനിനേക്കാൾ മധുരമുള്ള, കുടിച്ചാൽ ആർക്കും തന്നെ ഒരു അരോചകവും തോന്നാത്ത കസ്തൂരിയുടെ സുഗന്ധമുള്ള, ആകാശ നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ അധികം മുക്കിക്കൊടുക്കാനുള്ള കോപ്പകളുള്ള ആ സമചതുരമായ ഒരു ഭാഗം തന്നെ ഒരു മാസം ഒരു കുതിരയാത്രക്കാരൻ സഞ്ചരിച്ചാൽ തീരാത്ത ഹൗദുൽ കൗസർ, സ്വർഗത്തിലെ നദിയിൽ നിന്ന് ചാലിട്ടൊഴുകുന്ന വെള്ളമാണ് ഹൗദുൽ മൗറൂദ്. അത് കുടിക്കാൻ വേണ്ടി ചില ആൾക്കാർ വരുമ്പോൾ അള്ള മറയിടുകയാണ്. അപ്പം നബിതങ്ങൾ എന്താ പറയാ? അല്ല അവരെൻ്റെ ആളുകളാണ്, അവരെ ഇങ്ങോട്ട് വിടൂ. അപ്പം എന്താ അല്ല പറയാ? അള്ളാഹ് റസൂലിനോട് സ്വഹീഹ് ഹദീസല്ലേ, നബിയെ നിങ്ങളെ കാലശേഷം ഇസ്ലാമിലേക്ക് എന്തൊക്കെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കറിയില്ല നബിയെ. ബിദ്അത്ത് ചെയ്തു. അപ്പം അള്ളാഹ് റസൂൽ എന്താ പറയാ? നബി അള്ളാഹുവേ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്തല്ലേ, പാവങ്ങളല്ലേ, വിട്ടൂടെ എന്നല്ല. ഇരിക്കണ സ്ഥലത്ത് നിന്ന് റസൂലുള്ള എണീറ്റിട്ട് പറയും അല്ലേ, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ഐരി ബദ്ദല ദീനി, എനിക്ക് ശേഷം ഈ ദീനിനെ മാറ്റിമറിച്ചവരെ ദൂരേക്ക് അകന്നു പോകൂ എന്ന് പറഞ്ഞ് ആട്ടിവിടുകയാണ്. എങ്ങനെയാ റസൂലുള്ളാഹിക്ക് എൻ്റെ സമൂഹം എന്ന് മനസ്സിലാവുക? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഓലെ നിസ്കാരത്തേമ്പ് കാണും, ഓലെ താടി കാണും, അങ്ങനെയൊക്കെ മനസ്സിലാക്കുക. അതുകൊണ്ട് ആട്ടിവിടപ്പെട്ടവരായി ബിദ്അത്ത് ചെയ്ത് നരകത്ത് പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ദീനിൽ നമ്മൾക്ക് ക്ലാരിറ്റി വേണം. കുല്ലു ബിദ്അത്തിൻ ളലാല, അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണ ഈ കാട്ടിക്കൂട്ടലൊക്കെ. ഒരു സംശയമല്ല. കാരണം സഹാബികൾ ചെയ്തില്ല, താബീങ്ങൾ ചെയ്തില്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചില്ല. ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. 3 വെള്ളിയാഴ്ച ഞാനത് ആവർത്തിച്ചെന്തിനാണെന്നറിയോ? എൻ്റെ ഉത്തരവാദിത്ത നിർവഹണമാണ്. സഹോദരങ്ങളെ, പരലോകത്തിൻ്റെ റബ്ബിൻ്റെ മുമ്പ് എനിക്കത് പറയാൻ പറ്റണം, ഞാനത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. പക്ഷെ പഠിക്കുക. നാളെ പരലോകത്ത് ഞാനൊന്ന് കേട്ടിരുന്നെങ്കിൽ പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നരകവാസികൾ വിലപിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. അന്ന് ഒരു ഈത്തപ്പഴം കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഘനഗംഭീരമായി 100% ഉറപ്പാണ് ഈ ഇരിക്കുന്ന തൗഹീദുള്ള ആളുകളൊക്കെ അതിൻ്റെ മുമ്പിൽ ആഘോഷിക്കണ്ടാവും. എന്താ സംശയം? ഒരൊറ്റ ഹദീസ്, ഒരൊറ്റ ഖുർആന്റെ വചനം ഇല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ബിദ്അത്തുകളെ ആ രൂപത്തിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മയെല്ലാം ഹക്കിൻ ഹക്കായി മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഹക്കാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആർജവത്തോടു കൂടി അതിനെ പിൻപറ്റാൻ
ലൊലാലത്തായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ അവജ്ഞയോടുകൂടി അതിനെ മാറ്റിവെക്കാനൊക്കെയുള്ള തൗഫീഖിനെ റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്ത് സ്വർഗത്തിലേക്കും മറുവിഭാഗത്ത് നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന ഭാഗ്യവാന്മാരിൽ, വിജയികളിൽ അള്ളാഹു നമ്മയെല്ലാം ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ വലിയ രോഗങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും റബ്ബ് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം രോഗികളുണ്ട്. അള്ളാഹ് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസിനികൾ ധാരാളം ആളുകൾ ഖബറിലാണ്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.